പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. കേരളത്തിലൊരു പുതിയ വിവാദമുണർന്നിരിക്കുന്നു. അത് ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവാദമാണ്. തുടങ്ങി വച്ചിട്ടുള്ളത് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അത് വളരെ രസകരമായ വിവാദങ്ങളാണ്, ഗുണകരങ്ങളായ വിവാദങ്ങളാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ ആശുപത്രികളിലെല്ലാം തുടങ്ങണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അത് ഒരു രാഷ്ട്രീയ വിവാദമാകുന്നത് ചില രാഷ്ട്രീയ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ആശുപത്രികളിൽ പൊതിച്ചോറ് വിതരണം നടത്താറുണ്ട്. അപ്പോൾ അത് വേണ്ട, രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറുകളോ സാമൂഹ്യ സംഘടനകളുടെ ബാനറുകളോ കൊടികളോ ഒന്നും വേണ്ട, ആശുപത്രികൾ അതിനുള്ളതല്ല എന്ന ഒരു പ്രഖ്യാപനം കൂടെ വന്നതുകൊണ്ടാണ് ഇത് കുറേ കൂടെ വിവാദമായിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് താല്പര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയക്കാർ നോക്കട്ടെ. എനിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും ആ രാഷ്ട്രീയം തികച്ചും വേറെ ഒന്നാണ്, ജനങ്ങളുടെ ഒപ്പമുള്ള രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. പൊതിച്ചോറ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ കാലങ്ങളിൽ, കോളേജ് കാലങ്ങളിൽ എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് പക്ഷേ അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോയി കഴിക്കില്ല. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ കഴിക്കാതിരിക്കും, അല്ലായെങ്കിൽ പഴങ്ങൾ കഴിക്കും, അതുമല്ലെങ്കിൽ വളരെ വിശ്വാസമുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കും. പക്ഷേ ആശുപത്രികളിലെല്ലാം ചികിത്സയ്ക്ക് എത്തുന്നവർ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവർ വളരെ പാവപ്പെട്ടവരായിരിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഹോട്ടൽ ഭക്ഷണത്തെ എന്നും ആശ്രയിക്കുക എന്നുള്ളത് അവർക്ക് കഴിയുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് അവർക്ക് ഈ പൊതിച്ചോറ് കിട്ടുന്നത് ഒരു അനുഗ്രഹമാണ് എന്നൊരു ഭാഗം കാണാതിരുന്നുകൂടാ. അതിനുവേണ്ടി ശ്രമിക്കുന്ന ചെറുപ്പക്കാരുടെ സംഘങ്ങൾ, സാമൂഹ്യ സേവന വ്യഗ്രതയുള്ളവരുടെ മനസ്സുകളെ ആദരിക്കാതെയും ഇരുന്നുകൂടാ. പക്ഷേ ഈ പൊതിച്ചോറിൻ്റെ ഒരു പ്രയാസമെന്ന് പറയുന്നത് അത് വളരെ നേരത്തെ തന്നെ പൊതിഞ്ഞു വയ്ക്കുന്നതായിരിക്കും. കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ ഈർപ്പമുള്ള സാധനങ്ങൾ പൊതിഞ്ഞ് ആവി അമിഞ്ഞ് പിന്നെ അന്തരീക്ഷത്തിലെ ചൂടും കൂടെ വരുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ദുഷിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്നത് തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷേ വയറിന് അത്ര നന്നാവില്ല. കുറച്ച് നാൾ അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദഹന സംബന്ധമായ പ്രയാസങ്ങൾ, കഫത്തിൻ്റെ അസുഖങ്ങൾ, ഗ്യാസ് ട്രബിൾ, മലബന്ധം തുടങ്ങിയ അസുഖങ്ങളിലേക്ക് അത് നയിക്കാം. ആഹാര സാധനങ്ങളെക്കുറിച്ചുള്ള ഒരു അന്തർദേശീയ നിയമം അതെവിടെയെങ്കിലും എഴുതി വച്ചിട്ടുള്ളതാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോഴറിയില്ല. പക്ഷേ കപ്പലുകളിൽ, വളരെ ഉയർന്ന ആരോഗ്യകരമായ പാചകം നിർബന്ധമുള്ള ഹോട്ടലുകളിലെല്ലാം പാചകം ചെയ്താൽ 2 മണിക്കൂർ മാത്രമാണ് ആഹാരത്തിന് ആയുസ്സുള്ളത്. നമ്മുടെ മിലിറ്ററി ക്യാമ്പുകൾ പോലും 12 മണിക്ക് മെസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ 2 മണിക്ക് ക്ലോസ് ചെയ്യണം. റേഷനുമാണ്. 2 മണിക്കൂർ എന്നുള്ളതാണ് പാചകം ചെയ്ത ആഹാരത്തിൻ്റെ ആയുസ്. പൊതിച്ചോറുകൾ അങ്ങനെയാകാൻ യാതൊരു സാധ്യതയുമില്ല. രോഗികൾക്കാണെങ്കിൽ സാധാരണ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കുന്നത് അത്ര ശരിയുമല്ല. രോഗികൾക്ക് രോഗങ്ങളെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള സൗമ്യതയുള്ള സാത്വികമായ ഒരു ഭക്ഷണമാണ് വേണ്ടത്. പൊതിച്ചോറുകൾ അങ്ങനെയാവില്ല. ചിലതിൽ മീനുണ്ടാകും, ചിലതിൽ ഇറച്ചിയുണ്ടാകും. പല ദിവസങ്ങൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ചൂടാക്കിയതാവാം. ചിലതിലുള്ള അച്ചാറ്, അതിലെ ഹൈ സോഡിയം കണ്ടൻറ്റ് രോഗികൾക്ക് ശരിയാവില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ.
അതേപോലെ തന്നെ പലപ്പോഴും ഈ പൊതിച്ചോറുകളുടെ പൊതി പ്ലാസ്റ്റിക് ആവാം. നമ്മുടെ ഹോട്ടലുകളെല്ലാം അത് ചെയ്യുന്നുണ്ട്. സർക്കാർ അത് നിരോധിച്ചിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലാവാം. ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന് ചേരാത്തതാണ്, രോഗികൾക്കൊട്ടും ചേരാത്തതാണ്. ഏതായാലും ആരോഗ്യമന്ത്രി കമ്മ്യൂണിറ്റി കിച്ചനെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും എന്താണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്നറിയണമെന്നില്ല. പലതരത്തിലുള്ള കിച്ചനുകളുണ്ട്. നമ്മൾ സാധാരണ കാണുന്നത് വീട്ടിലെ അടുക്കളയും ഹോട്ടലുകളിലെ അടുക്കളയുമാണ്. ഇതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ക്യാൻറ്റീനുകളുണ്ട്. വളരെ പരിമിതമായ അളവിൽ പരിമിതമായ സമയത്തേക്ക്. അതും കൂടാതെ ഗോസ്റ്റ് കിച്ചനാണ് ഇപ്പോഴത്തെ ആധുനിക അടുക്കള. ഈ സ്നഗ്ഗി, പിന്നെ എന്താണ്, അങ്ങനെയുള്ള കുറേ കൂട്ടക്കാർ ഓർഡർ ചെയ്താൽ കൊണ്ടുവന്ന് തരുന്ന ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ. ഈ സ്നഗ്ഗി, ഊബോർ കിച്ചൻ, ഊബോർ ഫുഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കൂട്ടർ അവരുടെ അടുക്കള എന്ന് പറയുന്നത് അടുക്കള മാത്രമാണ്. അവിടെ ഫ്രണ്ട് ലൈൻ സർവീസ് ഇല്ല. ആരും അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കില്ല. അവരുണ്ടാക്കും, അവർ ഈ ഓർഡർ അനുസരിച്ച് വന്നുകൊണ്ടേ കൊടുക്കും. നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന ഈ കമ്മ്യൂണിറ്റി കിച്ചൺ, അത് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന പലതരം അടുക്കളകളുണ്ട്. വീട്ടിലെ അടുക്കളയുണ്ട്, ഹോട്ടലുകളിലെ അടുക്കളയുണ്ട്, അമ്പലങ്ങളിലെ അടുക്കളയുണ്ട്, പള്ളികളിലെ അടുക്കളകളുണ്ട്, ക്യാൻറ്റീനുകളുണ്ട്, ഓഫീസുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, അവിടങ്ങളിലുള്ള അടുക്കളകളുണ്ട്. വെജിറ്റേറിയൻ അടുക്കളയുണ്ട്, നോൺ വെജിറ്റേറിയൻ അടുക്കളകളുണ്ട്. നോൺ വെജിറ്റേറിയൻ അടുക്കളകളിൽ വെജിറ്റേറിയനും കൂടി ഉണ്ടാവാം. പക്ഷേ വെജിറ്റേറിയൻ അടുക്കളകളിൽ നോൺ വെജിറ്റേറിയൻ സാധനങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൂടാതെ സാധാരണ നമുക്ക് പരിചയമില്ലാത്ത ചില അടുക്കളകളുണ്ട്. ഫ്ലൈറ്റിലെ കിച്ചൺ, അതിനെ ഗാലി കിച്ചൺ എന്നാണ് പറയുക. മറൈൻ കിച്ചണുകളുണ്ട്, ഏവിയേഷൻ കിച്ചണുകൾ, ഷിപ്പിലെ കിച്ചൺ, പിന്നെ ട്രെയിനിലെ കിച്ചൺ കൂടുതൽ ആളുകൾക്ക് പരിചയം ഉണ്ടാകും. വളരെ വളരെ ജാഗ്രത വേണ്ട സ്ഥലമാണ് ട്രെയിനിലെ കിച്ചൺ എന്ന് പറയുന്നത്. അതിനേക്കാളേറെ ജാഗ്രത വേണ്ടതാണ് ഫ്ലൈറ്റിലെ കിച്ചൺ. അവിടെ തീ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇൻഡക്ഷൻ കുക്കർ പോലെ, ഹീറ്റർ പോലുള്ള സാധനങ്ങളൊക്കെയാണ് ആ കിച്ചണിൽ ഉപയോഗിക്കുക. അതിനെയാണ് ഗാലി കിച്ചൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പുറത്ത് നമുക്ക് ഗോസ്റ്റ് കിച്ചൺ ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഫോൺ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ അക്കൂട്ടർ കൊണ്ടുവരുന്ന ഭക്ഷണം പലപ്പോഴും അവരുടെ ഹോട്ടലിൽ ഉണ്ടാക്കുന്നതായിരിക്കും. അവരുടെ ഹോട്ടൽ എന്നല്ല, അവരുടെ കിച്ചണിൽ. അതാകട്ടെ ആർക്കും അവിടെ നിന്ന് നേരിട്ട് ഭക്ഷണം വിളമ്പില്ല, ഫ്രണ്ട് ലൈൻ ഇല്ല. ഭക്ഷണം ഉണ്ടാക്കുന്നു, ഇവർ നാട് മുഴുവൻ എത്തിക്കുന്നു. അതിനെയാണ് ഗോസ്റ്റ് കിച്ചൺ എന്ന് പറയുക. പിന്നെ സെൻട്രൽ പ്രൊഡക്ഷൻ നടത്തുന്ന കിച്ചണുകളുണ്ട്. ഓരോ പ്രദേശത്തും ശാഖകളുള്ള ഒരു ഫുഡ് ചെയിൻ ഗ്രൂപ്പ് ഒരിടത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലായിടത്തേക്കും എത്തിക്കുന്നു. ഫാസ്റ്റ് ഫുഡ് ചെയിനുകളൊക്കെ അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാവുന്നത് മൊബൈൽ കിച്ചനാണ്. ആഹാര സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള അടുക്കളയാണത്. തിരക്കേറിയ സ്ഥലങ്ങളിലെല്ലാം പാർക്ക് ചെയ്ത് അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. വളരെ ലിമിറ്റേഷനുണ്ട്. വെള്ളത്തിൻ്റെ ഉപയോഗമൊക്കെ വളരെ ജാഗ്രതയോടെ അവർ ഉപയോഗിക്കേണ്ടതുണ്ട്. ഓരോരോ കിച്ചനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഉണ്ട്. പിന്നെയാണ് ഇൻഡസ്ട്രിയൽ, ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകൾ അല്ലെങ്കിൽ കിച്ചനുകൾ വരുന്നത്. അവിടെയാകുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് ഇൻഡസ്ട്രിയൽ മേഖലകളിലുള്ളത്. തീരെ കുട്ടികളില്ല, അല്ലെങ്കിൽ പ്രായം ചെന്നവരില്ല, ഒരു 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ ഒരു ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അവിടെ ഉണ്ടാകുക. ഹോസ്പിറ്റൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാറി ലോ സോഡിയം ആകണം,
പ്രമേഹത്തിന് സേഫായിരിക്കണം. അലർജികൾ ഉണ്ടാക്കാനിടയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കി ഹോസ്പിറ്റൽ കിച്ചൺ ആകുമ്പോൾ കുറേ കൂടെ ജാഗ്രത ആഹാര സാധനങ്ങളുണ്ടാകും. അവിടെ രുചിക്ക് ഹോസ്പിറ്റലുകൾ പ്രാധാന്യം നൽകാറില്ല. മലബന്ധം ഉണ്ടാക്കുന്നതാവരുത്, വയറിളക്കം ഉണ്ടാക്കുന്നതാവരുത്, ലാക്ടോസ് ഇൻടോളറൻസ് വരാവുന്നതാവരുത്, ഗ്ലൂട്ടൻ അലർജി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ളതെല്ലാം നോക്കി ഒരുവിധം ഒരു മീഡിയം ടൈപ്പിൽ ആഹാര രീതിയാണ് ഹോസ്പിറ്റലിനുള്ളത്. ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്ന ഈ കമ്മ്യൂണിറ്റി കിച്ചൺ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പെട്ടെന്ന് തുടങ്ങുന്ന ഒരു സംവിധാനമാണ്. സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള കുക്കുകൾ, ഹോട്ടലിലുള്ളതുപോലെ കുക്കുണ്ടാവില്ല, മെനു ഉണ്ടാവില്ല, ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരുമ്പോൾ കാശ് കൊടുത്ത് പോകുക എന്നുള്ളതല്ല. വളരെ പ്രത്യേകതയുണ്ട്. ഒരു കരുതലിൻ്റെ, തികച്ചും സഹായത്തിൻ്റെ, ആഹാരത്തിൻ്റെ ആവശ്യകതയെ നിർവഹിക്കുക എന്നുള്ള ദൗത്യമാണ് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാകുക. പ്രതിഫലം വാങ്ങിയിട്ടല്ല കമ്മ്യൂണിറ്റി കിച്ചണിൽ ആളുകൾ ജോലി ചെയ്യാൻ പോവുക. ചിലപ്പോൾ 1-2 പേര് പ്രതിഫലം വാങ്ങുന്നവർ കാണും, കോർഡിനേറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകേണ്ടത് കൊണ്ട്. ഇപ്പോൾ ഒരാശുപത്രിയാണെങ്കിൽ ആ ആശുപത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സായിട്ട് കൂട്ടിരിപ്പുകാർ ആരോഗ്യമുള്ളവരായിരിക്കും, നന്നായി പാചകം ചെയ്യുന്നവരായിരിക്കും. രോഗികൾ തന്നെ സദാസമയം കിടക്കേണ്ടവരുണ്ടായെന്ന് വരില്ല. പക്ഷേ രോഗികളെ മാറ്റി നിർത്താം. ബൈസ്റ്റാൻഡേഴ്സിന്, അതേപോലെ നഴ്സിങ്ങിലോ ആശുപത്രിയിലെ മറ്റ് കാര്യങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സമയത്തിന് പുറത്ത് വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ സേവനം ചെയ്യാം. നമുക്കുമൊക്കെ സമയമുള്ളതുപോലെ ഒരു ധാരണയുണ്ടാക്കി എല്ലാവരും കൂടെ എല്ലാ സമയത്തും തോന്നുന്ന പോലെ കയറി ചെന്നാൽ നടക്കില്ല. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആശുപത്രി പരിസരത്തുള്ള ആളുകളിൽ സമയമുള്ളതനുസരിച്ച് അവർക്കും ചെന്ന് സേവനമനുഷ്ഠിക്കാം. ഭക്ഷണം പാചകം ചെയ്യാൻ അറിയാവുന്നവർക്ക്, വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക്, വിളമ്പാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട്, ഇതിനെല്ലാം സന്മനസ്സുള്ളവർക്ക് കടന്നു ചെല്ലാം, സർവീസ് ചെയ്യാം. അതിൻ്റെ ഒരു ആത്മസംതൃപ്തിയും അതിൻ്റെ ഗുണവുമെല്ലാം സമൂഹത്തിനുണ്ടാകും. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നഗരങ്ങളിൽ ജോലി സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ധാരാളം പേരുണ്ട്. നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അവർക്ക് ആരെയും ഒന്നും പരിചയമില്ല, സംഘടനകളായിട്ട് ബന്ധമില്ല. നാട്ടിൻപുറത്താവുമ്പോൾ നാട്ടിൻപുറത്തെ വായനശാലകളും അതേപോലെ തന്നെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ആയിട്ടൊരു സോഷ്യൽ സ്പേസ് അവിടെയുണ്ട്. അപ്പോൾ ഇതിനെ ബാച്ചിലേഴ്സായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല ഇൻ്ററാക്ഷനുള്ള, ആത്മസംതൃപ്തി നൽകുന്ന ഒരു സ്പേസായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം. അഹമ്മദാബാദിൽ ഒരു കിച്ചണുണ്ട്, ഫ്രണ്ട്സ് കിച്ചൺ. അവിടെ ആ ഗ്രൂപ്പിലുള്ള ഒരാൾ നിങ്ങളെ പരിചയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആ റെസ്റ്റോറൻറ്റിൽ കയറാം. ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ്. അവിടെ കുക്ക് ചെയ്യാൻ ഒരാൾ മാത്രമാണ് അതിൻ്റെ മേൽനോട്ടക്കാരനായിട്ട് സ്ഥിരമായിട്ടുള്ളത്, ശമ്പളമുള്ള ഒരാളുള്ളത്. ബാക്കി ഈ അംഗങ്ങൾ തന്നെ കുക്കിംഗ് ചെയ്യാനായിട്ട് ചെല്ലും. കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അവർ തന്നെയാണ്. നമുക്ക് ചെല്ലാം, ഇനി ഇരുന്ന് ഓർഡർ ചെയ്ത് അവിടെ ഉള്ള വിഭവങ്ങളെടുത്ത് കഴിച്ചിട്ട് പോകണമെങ്കിൽ പോരാം, ബില്ലില്ല, ഇഷ്ടമുള്ളത് നൽകാം. വർഷങ്ങളായി അത് നന്നായി നടക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തായ ജയേഷ് ഭായിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അത് ഒരു പ്രയാസമില്ലാതെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ആരോഗ്യമന്ത്രി വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സാമുദായിക സംഘടനകളുടെയും അല്ലാത്ത വിഭാഗങ്ങളുടെയും പൂർണ്ണ സഹകരണം കുറേ കൂടെ നന്നായിട്ട് അതിന് നൽകാൻ സാധിക്കുന്നതാണ്. അവിടെ ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആശുപത്രികളിൽ ഭക്ഷണം എന്നുള്ളത് ആരോഗ്യം എന്നതിനെ മുൻനിർത്തി തന്നെ ആവണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇന്ന് നമ്മുടെ ആശുപത്രികളിലെ ആഹാരം അങ്ങനെയല്ല. ഞാനൊരിക്കൽ
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സാധാരണ ഞാൻ ആശുപത്രികളിലേക്ക് പോവാറില്ല. അത് 1-2 ആശുപത്രികളിൽ എന്നെ കണ്ട് ചിലർ പ്രകോപിതരായതിൻ്റെ ഒരു അനുഭവമുള്ളത് കൊണ്ടാണ്. ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെയാണ് ചിലർക്ക് എന്നെ കണ്ടാൽ. അപ്പോൾ നമ്മളായിട്ട് എന്തിനാണ് ആശുപത്രി സ്റ്റാഫിനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നെ പിടിച്ച് വെച്ച് പോലീസിനെ വരുത്തി പോലീസിലേൽപ്പിച്ച സംഭവം വരെ ഉണ്ടായി. പക്ഷേ VS അച്യുതാനന്ദൻ ഭരിക്കുന്നൊരു സമയത്തായിരുന്നത് കൊണ്ട് നേരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകാൻ ഒരുങ്ങിയിരുന്ന എന്നെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പോലീസുകാർക്ക് പറയേണ്ട ഒരവസ്ഥയാണെന്നുണ്ടായത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. പേരാമ്പ്ര രൂപിഷയുടെ മരണം, ആ മരണത്തെ തുടർന്ന് കുട്ടികൾക്ക് വാക്സിൻ എടുത്തുണ്ടായ മരണമാണ്. ആ കുട്ടികളെ കാണാൻ ആശുപത്രിയിൽ പോയതിനെ തുടർന്നായിരുന്നു ആ സംഭവം. ഞാൻ VS അച്യുതാനന്ദൻ്റെ, മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ ഡോക്ടറായിരുന്നു എന്നുള്ളൊരു കാര്യം ആ പോലീസുകാർക്കോ എന്നെക്കുറിച്ച് പരാതിപ്പെട്ട് പോലീസിനെ വരുത്തിയ ഡോക്ടർമാർക്കോ അന്ന് അറിയില്ലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ നിലത്ത് കട്ടിലിൻ്റെ അടിയിലെല്ലാം കിടക്കുന്ന രോഗികളും ബന്ധുക്കളും ഒക്കെ ഇരുന്ന് വട തിന്നുന്നു, പരിപ്പ് വട, ചായ കുടിക്കുന്നു. അതും പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിൽ. ഈ പേപ്പർ കപ്പ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നതും പ്ലാസ്റ്റിക് തന്നെയാണ്. കുറച്ചുകൂടെ നടന്നങ്ങ് പോകുമ്പോൾ ഡോക്ടർമാരുടെ മുറിക്ക് മുന്നിലൂടെ പോകേണ്ടതായി വന്നു. ഡോക്ടർമാരും കഴിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ആശുപത്രികളിൽ ഒരു കാരണവശാലും കയറ്റിക്കൂടാത്ത സാധനമാണ് എണ്ണയിൽ വറുത്ത് മൊരിച്ച സാധനങ്ങൾ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാവരുത്. ഞാൻ അതിൻ്റെ ഒരു വഴി ഒന്ന് പറയാം. ആദ്യം വേണ്ടത് പാചക പാത്രങ്ങളിലെ ശ്രദ്ധയാണ്. അലൂമിനിയവും ഹിൻഡാലിയവും നോൺ സ്റ്റിക്കും ഒന്നും ആരോഗ്യകരമായ ഒരു കിച്ചണിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അലൂമിനിയം ക്യാൻസറിന് കാരണമാണ് എന്ന പഠനങ്ങൾ ധാരാളമുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റിൽ അലൂമിനിയം പ്രൊഡക്ഷനും ക്യാൻസർകാരിയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. പകരം ഓട്ടുപാത്രങ്ങൾ, അത് നമ്മുടെ ആരോഗ്യമന്ത്രി വിചാരിച്ചാൽ അല്പം മുതലോടൊക്കെ ആദ്യം കൂടുമെങ്കിലും അത് സ്പോൺസർ ചെയ്യാനൊക്കെ ആയിട്ട് ധാരാളം ആളുകളുണ്ടാകും. ഓട്ടുപാത്രങ്ങൾ തന്നെ വേണം. അതല്ല എങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാവാം, മൺപാത്രങ്ങളാവാം. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ധാരാളം പേർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുമ്പോഴാണ് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന പേര് വരുന്നതും. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചണിൽ മൺപാത്രങ്ങൾ അത്ര നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഓട്ടുപാത്രങ്ങൾ, ഈയം പൂശിയ ചെമ്പ് പാത്രങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതാണെങ്കിലും അതിലെ ആ ലെഡിൻ്റെ അംശം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പല്ല. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അത് സേഫാണെങ്കിൽ നമ്മളെ വെളുത്തീയം പൂശുന്ന ആ രീതി നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഓട്ടുപാത്രങ്ങളാവാം. ഈ പാത്രങ്ങൾ തന്നെ ആവണം. കമ്മ്യൂണിറ്റി കിച്ചണിലെ ഡബ്ബകൾ പലതരത്തിലുള്ള പൊടികളിട്ട് വയ്ക്കേണ്ടതായി വരും. മല്ലി, അതുപോലെ തന്നെ ജീരകം, ഉലുവ, കടുക്, ഇങ്ങനെയുള്ള ഡബ്ബകൾ സ്റ്റീൽ തന്നെയാവണം, അല്ലെങ്കിൽ ചില്ലിൻ്റേതാവണം. ഒരിക്കലും പ്ലാസ്റ്റിക് ഇങ്ങനുള്ളിലേക്ക് കയറ്റരുത്. പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകൾ, കപ്പുകൾ, മഗ്ഗുകൾ ഇതെല്ലാം സ്റ്റീൽ തന്നെയാവണം. കൈലുകൾ സ്റ്റീലുകളാവണം. അപ്പോൾ അതിൻ്റെ ആരംഭം തുടങ്ങി തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കമ്മ്യൂണിറ്റി കിച്ചണിലെ ഉപ്പ് ഇന്ദുപ്പാവണം. മിക്കവാറും നമ്മുടെ രോഗികളെല്ലാം തന്നെ കിഡ്നി സ്റ്റോണ്, ബൈൽ സ്റ്റോണ്, പാങ്ക്രിയാറ്റിക് സ്റ്റോണ്, BP കൂടിയവർ, അങ്ങനെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് വരുന്നവരായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഉപ്പ്, സാധാരണ ഉപ്പ് ഒട്ടും നന്നാവില്ല. അവർക്ക് ഇന്ദുപ്പ് തന്നെയാണ് നല്ലത്. അയഡിൻ ഉപ്പ് ഉപയോഗിക്കാതിരിക്കാമെന്നുള്ള ഒരു കാര്യം കൂടി അതിലുണ്ട്. പക്ഷെ സർക്കാരിന് അയഡിൻ ഉപ്പിനെതിരെ നിലകൊള്ളാനായിട്ട് പ്രയാസമായിരിക്കും. സർക്കാർ ഇത് നിരോധിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സർക്കാരല്ല, മുമ്പുണ്ടായിരുന്ന സർക്കാർ. അന്ന്
തൈറോയിഡിൻ്റെ അസുഖം മാറ്റിത്തരുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ഈ അയഡിനുപ്പ് അങ്ങ് വ്യാപകമായതോടെ ഗോയിറ്റർ കൂടി, തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസം കൂടി, ഇമ്പോർട്ടൻസി കൂടി, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളാണ്. അത് സർക്കാർ അംഗീകരിക്കുന്നത് വരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആരോഗ്യകരമായത് ഇന്ദുപ്പാണ്. ആ ഇന്ദുപ്പാക്കണം. ആർട്ടറികളിൽ പ്ലക്ക് പിടിക്കുന്നതിൻ്റെ പിന്നിൽ അതിലും ഈ ഉപ്പിനൊരു വലിയ പങ്കുണ്ട്. അതുകൊണ്ട് പൊട്ടാസ്യം കൂടുതലുള്ള സീ സാൾട്ടിന് പകരമുള്ള ഇന്ദുപ്പ് എന്തുകൊണ്ടും ആശുപത്രികളിൽ ഉപയോഗിക്കേണ്ടതാണ്. കേരളീയമായ പാചകത്തിൽ ചേരുവകൾ ധാരാളമുണ്ട്. അത് മുളക്, ഉള്ളി, മഞ്ഞൾ, ഇഞ്ചി, കടുക്, കാന്താരി മുളക്, അങ്ങനെയായി ധാരാളം സാധനങ്ങൾ ചേർക്കാറുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണിൽ, ഒരു ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ കഴിയുന്നതും ഈ ചേരുവകൾ കുറയ്ക്കണം. കായവും ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം ചേർക്കുന്നത് ആഹാരത്തെ കൂടുതൽ രുചികരമാക്കി കൂടുതൽ കഴിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആശുപത്രിയിലെ ആഹാരത്തിൻ്റെ ലക്ഷ്യം ആഹാരം അമിതമായാൽ അപകടമാണ്, ദഹനേന്ദ്രിയത്തിന് തകരാറാണ്, രോഗങ്ങളെല്ലാം കൂടാൻ അത് മതി. അതുകൊണ്ട് മിതമായ ആഹാരം, രുചി എന്നുള്ളത് തീർച്ചയായും ഉണ്ടാവണം. പക്ഷേ അത് ആരോഗ്യകരമായ രുചിയായിരിക്കണം. ഉപ്പും പുളിയും എരിവുമെല്ലാം കൂടെ കൂട്ടിയിട്ട് ഏതെടുത്ത് കഴിച്ചാലും എന്ന് പറയുന്ന രീതിയിലുള്ള രുചിയല്ല ആരോഗ്യകരമായ രുചി. അതാവരുത് ആശുപത്രികളിലെ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ രുചി. എരിവിന് ഇഞ്ചി മതി. വേണമെങ്കിൽ പച്ചമുളക് കുരുകളഞ്ഞതാവാം. മറ്റുള്ള മുളകുകളെല്ലാം, എരിവുകളെല്ലാം മാറ്റി വയ്ക്കണം. പുളിക്ക് തക്കാളിയും മാങ്ങയുള്ളപ്പോൾ മാങ്ങയും ഇടാം. ചിലതിന് ചെറുനാരങ്ങയാവാം. അല്ലാത്ത പുളികളുടെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ വളരെ രുചിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേരളത്തിലെ പ്രകൃതി ഹോട്ടലുകൾ മാതൃകയാണ്. ആരോഗ്യമന്ത്രി ഒരു ദിവസം തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന 2 പ്രകൃതി ഹോട്ടലുകളുണ്ട്. ഒന്ന് പത്തായം, ഗവൺമെൻറ് പ്രസിൻ്റെ തൊട്ട് താഴെയാണ്. അവിടെ നിന്ന് അല്പം കൂടെ താഴേക്ക് വന്നാൽ തമ്പാനൂരിൽ മ്യൂസിക് കോളേജിൻ്റെ എതിർവശത്ത് ഗാന്ധി ഭവൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ നേച്ചർ ലൈഫ് നടത്തുന്ന പ്രകൃതി ഹോട്ടലുമുണ്ട്. ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോഴത്തെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം നേച്ചർ ലൈഫിൻ്റെ രക്ഷാധികാരിയാണ്. അദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. ചാണ്ടി ഉമ്മൻ തുടങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ഭക്ഷണമൊന്നും ആരോഗ്യമന്ത്രി കഴിച്ചു നോക്കണം. നല്ല രുചിയോടെ തന്നെ ആരോഗ്യകരമായ ഔഷധ ഫലമുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അച്ചാർ എന്നുള്ളത് കേരളീയൻ്റെ ആഹാരത്തിലെ ഊണ് കഴിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അച്ചാർ കഴിച്ച് ആഹാരത്തിൻ്റെ വികാരങ്ങളൊന്ന് അമർത്തി കുറേ കൂടെ കൂടുതൽ കഴിക്കണമെന്നുള്ളതാണ് ഒരു വശത്തുള്ളത്. പോട്ടെ, 100% പ്രകൃതി തന്നെയാവണം, അല്ലെങ്കിൽ പ്രകൃതി രീതിയിൽ തന്നെയാവണം. സകലയിടത്തെയും ഭക്ഷണമൊന്നും ശഠിക്കേണ്ട ആവശ്യമില്ല. അച്ചാറില്ലാതെ ഭക്ഷണം ഇറങ്ങാത്തവരുണ്ടെങ്കിൽ, വേണ്ടത്ര ചവച്ചരക്കാത്തതുകൊണ്ടാണ്, എന്നാലും അച്ചാറാവാം. പക്ഷേ അതിങ്ങനെ ദിവസങ്ങളോളം വെച്ചിരിക്കുന്ന കെമിക്കൽ ആക്ഷൻസ് കൂടുതൽ നടക്കുന്ന അച്ചാറാവാതിരിക്കുന്നതാണ് നല്ലത്. അതാത് ദിവസം അതാത് സമയത്ത് തന്നെ അച്ചാറുകൾ ഉണ്ടാക്കാം. അതിലൊരിക്കലും അസറ്റിക് ആസിഡ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതും ഫുഡ് ഗ്രേഡ് എന്ന് പറഞ്ഞ് വിൽക്കുന്നതും, മെഡിക്കൽ ഗ്രേഡ് ഉണ്ട്, ഫുഡ് ഗ്രേഡ് ഉണ്ട്. മെഡിക്കൽ ഗ്രേഡ് അസറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ 90-95% അതിലുണ്ടാകും. അത് വളരെ അപകടകാരിയാണ്. ഫുഡ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ 5%-ൻ്റെ രണ്ടും ശരീരത്തിന് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് അവയൊന്നും ഇല്ലാതെ തന്നെ അച്ചാർ ഉണ്ടാക്കാം. ചെറുനാരങ്ങ ഉപയോഗിച്ചും മാങ്ങ, അതുപോലെ അത് പ്രകൃതി പാചകം എന്ന് പറഞ്ഞിട്ടുള്ള നേച്ചർ ലൈഫിൻ്റെ പുസ്തകത്തിലുണ്ട്. നെറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. പ്രകൃതി ഹോട്ടലുകൾ കേരളത്തിൽ പലതുണ്ട്. അവിടെ ചെന്നാൽ ആരോഗ്യകരമായിട്ട് ഇതൊന്നുമില്ലാതെ അച്ചാറുണ്ടാക്കാനായിട്ട് പഠിക്കാൻ സാധിക്കും. കൂടുതൽ കാലം വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളൊരു അച്ചാറാവണം. ആശുപത്രികളിലെ
കമ്മ്യൂണിറ്റി കിച്ചണിലെ അരി എന്തായിരിക്കണം? ഒരാഹാര സാധനവും രണ്ടാമത് ചൂടാക്കാൻ പാടില്ല. ഇത് ആഹാരത്തിൻ്റെ അലിഖിതമായ നിയമമാണ്. അതുകൊണ്ട് തന്നെ പുഴുക്കലരി അങ്ങോട്ട് കയറ്റരുത്. തവിട് കളഞ്ഞ അരിയാണ് പ്രമേഹത്തിൻ്റെ വലിയൊരു കാരണം, ദഹനപ്രയാസങ്ങളുടെയും വലിയൊരു കാരണം. അസിഡിറ്റി കൂട്ടുന്നതിൽ, ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നതിൽ, മലബന്ധം ഉണ്ടാക്കുന്നതിലൊക്കെ തവിട് കളഞ്ഞ അരിക്ക് ഒരു സ്ഥാനമുണ്ട്. ബി കോംപ്ലക്സ്, നിരവധി മൂലകങ്ങൾ അതിലൂടെ കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തവിട് കളയാത്ത അരി തന്നെ കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ ഉപയോഗിക്കാൻ സാധിക്കണം. 19 വർഷങ്ങൾക്ക് മുമ്പ് വരെ മലയാളി തവിട് കളയാത്ത അരി, ഫ്രഷായ അരി തന്നെയാണല്ലോ കഴിച്ചിരുന്നത്. ആ സമയത്ത് ഇതുപോലെ പ്രമേഹം ഉണ്ടായിരുന്നില്ല, BP കൂടുമായിരുന്നില്ല, സ്റ്റോണുകൾ ഉണ്ടായിരുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചോറിനോടൊപ്പം ഒരൊഴിച്ചു കറി വേണം. അത് മാറി മാറിയാവാം. നന്നായിട്ട് പച്ചക്കറികളെല്ലാം ഇട്ട് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത അതീവ രുചികരമായ ഗുണകരമായ ഒഴിച്ചുകറികൾ നമുക്കുണ്ടാക്കാം. പാലും പാലുൽപ്പന്നങ്ങളും കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. 100 പേരെ എടുത്താൽ അതിൽ 65% ആളുകൾക്കും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്, ഗ്ലൂട്ടൻ അലർജിയുണ്ട് എന്നൊക്കെയാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അതുകൊണ്ട് ചോറ്, ഒഴിച്ചുകറി, അവിയൽ, ഒരു തോരൻ, ഒരച്ചാറ്, ഇത് മതി സാധാരണ രീതിയിലുള്ള ഒരു ഉച്ച ഊണിന്. പച്ചക്കറികളുടെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കുന്ന, ഇപ്പോൾ കുമ്പളങ്ങ മുറിക്കുമ്പോൾ, മത്തങ്ങ മുറിക്കുമ്പോൾ അത് കളയുകയാണ് സാധാരണ ചെയ്യുക. ഒരിക്കലും കളയേണ്ട സാധനമല്ല. കീടനാശിനികൾ ഉപയോഗിക്കാത്ത കുമ്പളങ്ങ, അതിനൊന്നും ആരും കീടനാശിനി ഉപയോഗിക്കുന്നില്ല. മത്തങ്ങ, ഇതുപോലുള്ള സാധനങ്ങളുടെ തൊലി പോലും വളരെ വിലപ്പെട്ട സാധനമാണ്. ദീർഘായുസ്സിന് ഒരു കുമ്പളങ്ങയ്ക്ക് ദീർഘായുസ് നൽകുന്നത് അതിൻ്റെ തൊലിയാണ്. തൊലി എത്തി വെച്ചാൽ അതോടെ തീരും. അപ്പോൾ ഈ തൊലികളെല്ലാം കൂടെ ചമ്മന്തികളിൽ കുറച്ച് ഉപയോഗിക്കാം, സൂപ്പായിട്ട് കൊടുക്കാം. കഞ്ഞിവെള്ളം, നമ്മുടെ ആളുകൾ കഞ്ഞിവെള്ളം കുടിക്കുന്നതിൽ വളരെ പുറകിലാണ്. കഞ്ഞിവെള്ളവും ഈ വെട്ടി കൂട്ടി വരുന്ന സാധനങ്ങൾ, ഏറ്റവും ഗുണമുള്ളത് ആ സാധനങ്ങൾ എല്ലാം കൂടിയിട്ട് നല്ലൊരു സൂപ്പ്, വേസ്റ്റാക്കാതെ നമുക്ക് പരമാവധി ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാം. പച്ചക്കറികളെല്ലാം രാവിലെ 11 മണിയോടെ അരിഞ്ഞ് തീരാവുന്ന രീതിയിൽ അരിയാൻ തുടങ്ങിയാൽ മതി. 11 തുടങ്ങി 12 വരെ വേവിക്കുക. ഓരോന്നും വേവിച്ച് കഴിഞ്ഞ് അടുത്തത് കയറ്റാൻ നിൽക്കേണ്ട ആവശ്യം കമ്മ്യൂണിറ്റി കിച്ചണിൽ ഉണ്ടാവില്ലല്ലോ. 12 മണി തുടങ്ങി 2 മണി വരെ വിളമ്പുക. നമ്മുടെ ആശുപത്രികളിലെ അന്തരീക്ഷം മാറും. പല രോഗികളുടെയും രോഗം ഈ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് തന്നെ മാറി വീട്ടിൽ പോകും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സാധാരണ ആശുപത്രിയിൽ എത്തുന്ന നല്ലൊരു ശതമാനം രോഗികളും വേണ്ടത്ര പോഷകങ്ങളില്ലാത്തത് കൊണ്ട് ദീർഘകാലത്തെ പോഷക ദാരിദ്ര്യം കൊണ്ട് രോഗികളായിരുന്നവരാണ്. പ്രോട്ടീൻ വേണ്ടത്ര കഴിക്കാറില്ല, ഫാറ്റിൻ്റെ ഉണ്ടാവില്ല, ഫൈബർ വേണ്ടത്ര ഉണ്ടാവില്ല. പലരും ചോറും ഒരു കറിയും മാത്രമായിട്ടൊക്കെ പോരുന്നവരായിരിക്കും. അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം, തോരൻ, നമുക്ക് മുളപ്പിച്ച ചെറുപയർ, കപ്പലണ്ടി, അങ്ങനെ മുളപ്പിച്ച സാധനങ്ങളുടെതൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ കൂടെ പരിഹരിക്കാൻ സാധിക്കും. അതേപോലെ പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം, അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് മലബന്ധവും കഫക്കെട്ടും അമിത ഭക്ഷണവും അഹിത ഭക്ഷണവും അസമയത്തുള്ള ഭക്ഷണം, തമ്മി ചേരാത്ത ഭക്ഷണം, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ശുദ്ധിയുള്ള ഒരു ഭക്ഷണത്തിലൂടെ അതൊക്കെ മാറി ആശ്വാസത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. അവരുടെ വീടുകളിലേക്കും ഈ ഭക്ഷണ രീതികൾ പാലിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചന് ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പുകൾ നടത്താം. ആശുപത്രിയിൽ വരുന്ന രോഗികളും ബന്ധുക്കളും അവരെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവരും അവരെ സഹായിക്കാൻ തയ്യാറുള്ള പൊതുജനങ്ങളും ഒക്കെ ചേർന്ന് ഒരു മഹോത്സവമായി ഈ കമ്മ്യൂണിറ്റി കിച്ചനെ മാറ്റിയെടുത്താൽ വലിയ വ്യത്യാസമായിരിക്കും കേരളത്തിൻ്റെ
ആരോഗ്യ രംഗത്തുണ്ടാകുക. ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രി താൽപ്പര്യപ്പെടുന്ന പക്ഷം യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ തന്നെ കഴിയുന്നത്ര സഹായം ചെയ്യാൻ ജനാരോഗ്യ പ്രസ്ഥാനവും നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലും ഞാനും തയ്യാറാണ് എന്നുകൂടെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കഴിയുന്നത്ര ആളുകളിലേക്ക് ഒന്ന് എത്തിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ എഴുതണം. നന്ദി, നമസ്കാരം.